ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്നൊരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണല്ലോ ഉരുളക്കിഴങ്ങ്. അതാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് എടുക്കാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം അപ്പൊ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന്റെ ആകൃതിയൊക്കെ നിങ്ങൾക്ക് വേണം ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് മുഴുവനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്തെടുത്തത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പിഞ്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാക്കുന്ന കുറച്ച് അരിപ്പൊടി 1 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ, അതേപോലെ പിന്നെ 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ തക്കാളി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളിയും കൂടെ ചേർത്തെടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കുർക്കുറില്ലേ, അതിന്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുട്ട അതും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പൊ ഞാനിത് കളറിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഒരു പിഞ്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ അതും കൂടെ ചേർത്ത് ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വീഡിയോക്ക് വേണ്ടി നല്ല കളർ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കളർ ഒന്ന് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണം അത് ഒഴിവാക്കാൻ. ഞാൻ ഇതാ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതും ഒഴിവാക്കാം കേട്ടോ. അതിനുശേഷം അതൊന്ന് ഞാനൊന്ന് ഫ്രൈ ചെയ്തൊന്ന് കോരിയെടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് കോരി എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിന്റെ മസാല ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ചൂടായതിനു ശേഷമാണ് കേട്ടോ എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ അതായത് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നായിട്ട് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഒട്ടി പിടിക്കാതിരിക്കാൻ ഓരോന്നായിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെ. അപ്പൊ ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണല്ലോ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ അതൊന്ന് അലിഞ്ഞു വരാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അതാ ഞാൻ അത്യാവശ്യം വലിയൊരു പാത്രം ആയതുകൊണ്ട് ഇതിൽ അത്യാവശ്യം കൊള്ളു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ അതിൽ ഇട്ട് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം ഇതിനാണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പൊ സോസും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. പക്ഷെ എനിക്ക് സോസിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോസ് സ്കിപ്പ് ചെയ്തു കേട്ടോ. അതിന് പകരം ഞാൻ എന്ത് ചെയ്താണ്, നമ്മളെ കുറച്ച് പിന്നെ തക്കാളി എടുത്തിട്ട് ഇതിൽ അടിച്ച് ചേർത്തെടുത്താണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ മക്കൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പൊ ഞാനൊരു 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിട്ടോ. അതിനുശേഷം അവർക്ക് നല്ല ഇഷ്ടമായി, പിന്നെ ഉണ്ടാക്കാൻ പറയുന്നു. അപ്പൊ അതിന് ശേഷമാണ് കേട്ടോ ഞാനിത് വീഡിയോ പിടിച്ചിട്ട് ഇടുന്നത്. അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് എണ്ണ ഒന്ന് കോരി മാറ്റിയാണ്. അപ്പോൾ അത് പിന്നെ കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇത് ഇങ്ങനെ തന്നെയാണ് കഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സോസിൽ മുക്കി കഴിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി പൊരിച്ചെടുക്കാനുണ്ട്. ബാക്കിയും കൂടി ഞാൻ പൊരിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ, ടേക്ക് കെയർ.